എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ത്രീകളുടെ പ്രശ്നമാണ്, അതുകൊണ്ട് സ്ത്രീകൾ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പം ഇൻഫെർട്ടൈൽ ആവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പം ഏജ് അഡ്വാൻസ് ചെയ്യുന്തോറും ഇൻഫെർട്ടിലിറ്റിയുടെ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഓരോ മെഡിക്കൽ കണ്ടീഷൻസ്, ലൈഫ് സ്റ്റൈലായിട്ടുള്ള ചേഞ്ചസ്, അതുപോലെ ഡയറ്ററി ഹാബിറ്റ്സ്, ഇതിലൊക്കെ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ പുരുഷന്മാർക്കും ഈക്വൽ ചാൻസ് ആണുള്ളത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെമൻ അനാലിസിസാണ്. സെമൻ അനാലിസിസിൽ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് AMH ഹോർമോൺ, ഫീമെയിൽസിൻ്റെ AMH ഹോർമോൺ നോക്കുന്നു, സ്കാൻ ചെയ്ത് നോക്കുന്നു, ഫോളിക്കിൾസിൻ്റെ ആ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽസിനെ മാത്രം നമ്മൾ അവർക്കുള്ള കുഴപ്പം കൊണ്ട് മാത്രമാണ് അവർ ഇൻഫെർട്ടൈൽ കപ്പിളായി പോയത് എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല.